എൻ്റെ മോനെ ആ വ്യൂ നോക്കിയേ. ആഹാ എന്താ മനോഹരമാണ് നോക്കി. ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ എത്തി. രാത്രിയിലത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാനാണ്. കാരണം എത്തി വന്നപ്പോൾ ഇച്ചിരി അല്ലേ തിരക്കായി അതിൻ്റെ പറയുന്നു. നിങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ മേളിൽ, അതാണ് കാൽവരി മൗണ്ട്. ഇടുക്കിയിൽ പലരും പറഞ്ഞൊരു സ്ഥലമാണ് കാൽവരി മൗണ്ട്. നല്ലൊരു പ്ലേസ് ആണ്. അവിടെയൊക്കെ നമ്മളിന്ന് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ തന്നെ ഞങ്ങളുടെ ജിജോയുടെ വീട്ടിലാണ്. ഡ്രീം വില്ല എന്നും പറഞ്ഞ ഹോം സ്റ്റേ ഉണ്ട് ഇവിടെ നമ്മുടെ കാൽവരി മൗണ്ടിൻ്റെ താഴെ തന്നെ. എടാ ഇതിൻ്റെ പേരെന്താണ്? ടോമിൻ. ജിജോയുടെ മക്കളാണ്. ജിജോയുടെ 2 പേര് കൂടെ ഉണ്ട്, 4 പേരുണ്ട് മൊത്തം. അവരെന്ത് ഉണ്ട്. അപ്പൊ നമ്മള് ആ മേളിൽ കാണുന്നുണ്ട്. ഇതാണ് കാൽവരി മൗണ്ട്. അതിന്റെ താഴെ തന്നെ ഉണ്ട്. ഇത്രയും ദൂരമുള്ളൂ റോട്ടിൽ നിന്ന്. കാണുന്ന വൈറ്റ് ബിൽഡിംഗ് ഇത്ര ഒരു 100 മീറ്റർ ഉള്ളൂ ഈ ഡ്രീം വില്ലിലേക്ക് വരാൻ നമ്മുടെ ജിജോയുടെ. അതായത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് ഇപ്പൊ ഇടുക്കിയിൽ വന്നിട്ട് ഇവിടെയുള്ള ഏത് സ്ഥലം കാണണമല്ലോ കട്ടപ്പന ഏരിയയിൽ അല്ലേ, വിളിച്ചാൽ മതി. പിന്നെ വേറൊരു ഓഫർ കൂടി വേണമെങ്കിൽ തന്നേക്കാം. അല്ല വേറൊരു ഓഫർ കൂടി കൊടുത്തേക്കാം. എറണാകുളത്ത് നിന്ന് വന്നവരാണെങ്കിൽ ജിജോന് അവിടെ വണ്ടിയൊക്കെ ഉള്ളതാണ്. നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വണ്ടി ഓർഡറാണ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ടാക്സി വിളിച്ച് വരണമെങ്കിൽ നിങ്ങൾ ജിജോനെ കൊണ്ട് വരണമെങ്കിൽ ഈ ഏരിയ മുഴുവൻ നിങ്ങൾ കാണാത്ത സ്ഥലം വരെ പുള്ളി കാണിച്ചു. അഥവാ സ്വന്തം വണ്ടി കണ്ടാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അവിടെ മുതൽ ഇവിടെ മുതലുള്ള കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞു തന്നിടും. വോയിസ് ആയിട്ട് തന്നെ വിടും. അപ്പൊ ഓരോ സ്ഥലങ്ങൾ കറക്റ്റ് അത് കേട്ട് വന്നാൽ ഓരോ സ്ഥലങ്ങൾ കണ്ട് താമസിച്ച് അടുത്ത സ്ഥലങ്ങൾ കണ്ടു പോകാൻ പറ്റും. തിരിച്ച് വന്ന വഴി പോകാതെ തന്നെ വല്ലാത്ത വഴി അവിടെ കണ്ട് തിരിച്ചു പോകാനുള്ള സംവിധാനമുണ്ട്. അഥവാ വൺ ഡേ ട്രിപ്പ് വരുന്നെങ്കിൽ പോലും വിളിച്ചാൽ മതി. ഇവിടെ താമസിക്കുന്നതെന്നല്ല പറയണത്, നിർബന്ധമായിട്ട് വന്നാൽ പോലും കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തന്ന് വിടുന്നതാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഉണ്ട്. നേരെ മറിച്ച് ഇത് ഞങ്ങളൊരു 20-24 കൊല്ലത്തെ പരിചയമാണ്. ആളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് ഇത്തിരി വരല് കുറച്ച്. അല്ലെങ്കിൽ ഇടുക്കി തന്നെയായിരുന്നു സ്ഥിരം. അപ്പൊ വേറെ കാര്യം പറയുന്നത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. ഇതെനിക്ക് എന്റെ വീട് പോലെയാണ്. അവിടെ എന്റെ വീട്ടിൽ വന്നാൽ നേരെ തിരിച്ച് അതുപോലെ പുള്ളിയുടെ വീട് പോലെയാണ്. അങ്ങനത്തെ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. അപ്പൊ റൂമിന് വലിയ റേറ്റ് ഇല്ല. അത് സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ഒരു ഫീലിങ്ങിനോടുകൂടി താമസിച്ചിട്ട് അതൊക്കെ ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക്. വലിയ റേറ്റ് ഒന്നുമില്ല. എന്തായാലും ജിജോയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം നമുക്ക്. ഇത് ഇപ്പോഴത്തെ ഭംഗി നോക്കണ്ടോ. ഞാൻ ഇച്ചിരി കയറി അലമ്പാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളത് ഇത് നോക്കി. ഇവിടെ മുഴുവൻ എൻ്റെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ്. പിന്നെ നല്ലൊരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. അത് ഞാൻ ഓടിച്ചിട്ട് കാണിച്ചു തരാം. കണ്ടോ, നല്ല അറ്റാച്ച്ഡ് ബാത്റൂം നല്ലുണ്ട്. ചൂടുവെള്ളമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഷെൽഫുണ്ട്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ തുണിയാക്കിയിട്ട് എൻ്റെ തുണിയാക്കിയിട്ട് അലമ്പാക്കി വെച്ച് തരാം കേട്ടോ. അതാണ് നിന്നെ അതൊക്കെ മാറ്റിയെടുക്കണ്ടല്ലോ നോർത്തിട്ടത്. അതുപോലെ അവിടെ റൂമുകളുണ്ട്. പിന്നെ ഇത് കണ്ടില്ല, ഇതിൻ്റെ നമുക്ക് ടെറസിൽ പോകണം കേട്ടോ. ഇവിടെ ഉണ്ട് കണ്ടോ, എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇട്ടേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിടാം, സ്റ്റേ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞിരുന്നു, ഇത് റൂമും ഇതൊന്നും കാണിച്ച് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയല്ല വന്നത്. ഞങ്ങൾ ഇടുക്കിയിൽ വേറെ കുറെ സാധനങ്ങൾ ഇന്ന് എടുക്കാറ് കാണിക്കാൻ വേണ്ടി വന്നേക്കണം. അത് പുറകെ വരുന്നതാണ് അല്ലേ. രാവിലെ ഇറങ്ങാൻ പോകണുള്ളൂ. ഇവിടെ മഞ്ഞ് കുറവാണ് ഇന്ന്. ഇതുപോലെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മഞ്ഞാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്തെടുക്കാം. മഞ്ഞ് ഫുള്ള് മൂടിപ്പോണ ഒരു അവസ്ഥ വരും. അല്ലാത്ത അവസ്ഥയിലും വേറെ കാഴ്ചയാണ്, മൂടലുള്ള സമയത്ത് വേറെ കാഴ്ചയാണ്. അതൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ ഇന്നത്തെ പരിപാടി. അപ്പൊ ഇന്നത്തെ ട്രിപ്പ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പറ്റും. ഇനി അങ്ങാട് ഒരു അല്ലേ കുറച്ച് വന്നുണ്ട്. വെയിറ്റ് ആൻഡ് വേറൊരു സംഭവം കാണിച്ചിട്ടെ. ഇപ്പോൾ കാലൂരി മൗണ്ട് അവിടെ എന്നൊക്കെ പറഞ്ഞില്ലേ, ബാൽക്കണിയിൽ നിന്ന് അടിപൊളിയായിട്ട് ആ വ്യൂ കിട്ടും. പിന്നെ ഞങ്ങളൊന്ന് അപ്പുറത്ത് ഞങ്ങൾക്ക് ഇവിടെ വന്ന സ്വന്തം വീട് പോലെയാണ് നല്ലത്. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. കപ്പയും ചിക്കനും അല്ലേ, പോർക്കാണത്. ആഹാ, അയ്യോ എൻ്റെ ഫേവറേറ്റ് സാധനം. ഞാൻ അടിപൊളി. എന്നാ ഇവിടെ വരുമ്പോൾ അവിടെ വലിയ ടീപ്പ് അതൊന്നും വേണ്ട. പിന്നെ ഇത് നമ്മുടെ വീട്. അപ്പോൾ എന്താ വെച്ചാൽ ഈ കപ്പയും പോർക്ക് ഇവിടെ കൊണ്ട് കഴിച്ചില്ലെങ്കിൽ അത് വയറിന് നഷ്ടമാണ്. കാരണം കിടിലും ടേസ്റ്റാണ് ഇവിടെ അമ്പിച്ച് വെക്കണത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞോളൂ ഇങ്ങനെ എന്നൊക്കെ വെക്കണം. പക്ഷേ ഇത് ഞാൻ ചിക്കൻ പറഞ്ഞിരിക്കുന്നുണ്ട്, പോർക്കാണല്ലേ. അടിപൊളി. രാവിലെ തന്നെ പോർക്ക് പിടിച്ചിട്ടാവാം നമുക്ക് യാത്രയിലേക്ക് ആരംഭിക്കാം. അതെ പരിപാടി വീഡിയോയിൽ കാണാം. അതെ അതെ. ഞാൻ അതൊന്നും പറയട്ടെ കേട്ടാ, ഒരു ടേസ്റ്റ് നോക്കട്ടെ കേട്ടാ. എൻ്റെ മോനെ കണ്ടോ, നിങ്ങളെ പിടിക്കും. ഓ, കഴിക്കാണ്ട് തന്നെ വായിൽ കൊതി വീട്ടിൽ ഒന്നും പറയാം. ഞാൻ ഇവിടുത്തെ ഒരു പോർക്കും കപ്പയും ഒന്നും പറയാം. ആ ടേസ്റ്റ് വേറെ കിട്ടിയിട്ടില്ല. അടിപൊളിയാണ്. ഇത് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ബാക്കിയാണെന്നുണ്ട്. അല്ല, അതാണ് ഈ വഴിയിൽ ആകെയുള്ളൊരു KSRTC ആണല്ലേ. ആനുണ്ട്. അതെ, ഒറ്റ വണ്ടികളെന്ന് പറയണം കട്ടപ്പന. ഒറ്റ ഉള്ളൂ.
ഈ വീടിന് അത് ഇതില് അല്ല അപ്പുറത്തൂടെ ഉണ്ട് ഇതില്. അതിലുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ യാത്ര ആരംഭിക്കാൻ പോകണം. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞേക്കട്ടെ. യാത്ര പോകുമ്പോഴേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെറിയ ചെറിയ ഫുഡൊക്കെ കഴിക്കുള്ളൂ. കാരണം നമുക്ക് വെയിറ്റ് കൂടി അതൊരു പ്രശ്നമാണ്. പിന്നെ വയറിനെ പിടിച്ച് ഇന്ന് രാവിലെ തന്നെ കോർക്കേറി കൊണ്ടുവന്ന് മയക്കി ഞാൻ അത് മുഴുവൻ വിഴുകിയിട്ടുണ്ട്. ഈ പെര വിഴുകാര് പാമ്പര വിഴുകാര് ഇരിക്കണേ എന്താവുന്നുള്ള എന്തായാലും അടിപൊളി ടേസ്റ്റ് കേട്ടാ. ഇവിടെ വരുമ്പോ കപ്പയും ഓർക്കൂലുണ്ട് അല്ലേ? പക്ഷെ ഞാൻ ചിക്കനാണെന്ന് പറഞ്ഞിരിക്കുന്നത് ചിക്കൻ്റെ കാര്യം ഇന്നലെ പറയുന്നത്. ജിജോയുടെ വൈഫ്, ജിജോയുടെ അമ്മച്ചി. അമ്മച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മച്ചി പോലെ. സ്കൂളിൽ പോയതാ. മറ്റേ പിള്ളേര് പോയല്ലേ? അവരെ കാണിച്ചിരുന്നു. എന്നാലും ഞങ്ങളപ്പോ ഇന്നൊന്ന് കറങ്ങിയിട്ട് വരാം. ഇന്നവിടെ കുറെ സാധനങ്ങൾ എടുക്കാണ്ടല്ലേ. വണ്ടി എടുത്ത് പോകാൻ നോക്കിയിട്ട് വിടണില്ല. നോക്കി അവിടെ ഫോട്ടോഷൂട്ടാണ്. അവനെ ഹെൽമെറ്റും ഗ്ലാസും വെച്ച് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞത് അല്ലേ? ചിരിച്ചിരിക്കണ. ഇവിടെ നെയ്മറും മെസ്സിയൊക്കെ ഉണ്ട്. ജിജോ അത് ഞങ്ങൾ വഴിയിൽ വെച്ച് യാദൃശ്യമായിട്ട് നമ്മുടെ നാട്ടുകാരെ പരിചയപ്പെട്ട്. ആലുവയിലാണല്ലോ നിങ്ങൾ സ്ഥലം? ടോണി ആഷിഖ്. വേറൊരു സംഭവം ഉണ്ടായി. ഇദ്ദേഹം ഇവിടെ നിൽക്കുമ്പോൾ ഇദ്ദേഹം എന്ന് പറഞ്ഞത് സസ്പെൻസ് പൊളിക്കാണ്ടിരിക്കണ അവിടെ ആ പിള്ളേരായിട്ട് ഇരിക്കണപ്പോ ഞാൻ ഓർത്ത് ഈ പള്ളിയിൽ അച്ഛൻ വല്ലതും ആയിരിക്കും. കാരണം ലുക്ക് നോക്കി. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു ഞാൻ അച്ഛനാണെന്ന്. ബസിലിക്കല് അടിപൊളി അടിപൊളി. എന്തായാലും പരിചയപ്പെട്ടിട്ട് ഞാൻ വരാറുണ്ട്. ഞാൻ ഫോട്ടോഗ്രാഫറാണ്. അപ്പൊ അങ്ങനെ എന്തായാലും വരും. അപ്പൊ അച്ഛനെ യാദൃശ്യമായിട്ട് പരിചയപ്പെടാൻ പറ്റി. ജിൻസൺ അല്ലെ? പിന്നെ ജിൻസ്. പിന്നെ നമ്മുടെ തുതിയൂരുകാരനാണ് കേട്ടോ ഞങ്ങള്. പക്ഷെ പരിചയപ്പെടാൻ ഗ്യാപ്പിട്ട് ഇടുക്കിയിലാണ്. എന്തായാലും സന്തോഷം. അതും കൂടി കാണിക്കണം. ട്രിപ്പായിട്ട് ഇറങ്ങിയാണ്. അടിപൊളി. എത്ര ദിവസത്തേന്? ഇന്ന് പോകും. ഇന്ന് പോകുന്നതാണോ അവിടുന്ന്? അങ്ങനെ നമ്മൾ ഇടുക്കിയിലെ കുറേ വിശേഷങ്ങൾ എടുക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ അകത്ത് ഒരു യാത്ര, അതായത് ഫസ്റ്റ് യാത്ര കാൽവരി മൗണ്ടിലേക്കാണെന്നും പറഞ്ഞു. കാൽവരി മൗണ്ട് ജംഗ്ഷനിൽ നിന്ന് ഇതേ കാൽവരി മൗണ്ട് ടോപ്പിൽ, അതായത് മലമുകളിലേക്ക് നമ്മൾ കയറുന്ന ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇതൊരു തുടക്കം മാത്രമുണ്ട്. ഇനി ഇടുക്കിയിലുള്ള കുറേ വിശേഷങ്ങൾ, നിങ്ങൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള കുറേ വിശേഷങ്ങൾ പുറകെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമേ പറയുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. നിങ്ങൾ കാണേണ്ട കാഴ്ചകൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി അടുത്ത ട്രിപ്പ് ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്കായിരിക്കും, അത് ഗ്യാരണ്ടിയാണ്. അങ്ങനത്തെ കുറേ കാഴ്ചകൾ പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കുക. കാൽവരി മൗണ്ടിലേക്ക് പോകുമ്പോ ഉള്ളൊരു കാഴ്ചയാണ്. ഒരു കപ്പലുണ്ടാക്കി വാസ്കോഡ ഗാമയുടെ അല്ലേ? ഓ, അതിൻ്റെ ഉള്ളിൽ റൂംസ് പണി കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ? അങ്ങനെ നമ്മള് കാൽവരി മൗണ്ടിന്റെ ടോപ്പ് ഭാഗത്തേക്ക് കയറാൻ പോണേണ്. എല്ലാവർക്കും ഒരു പാഠമായിക്കോട്ടെ. നമുക്ക് കാൽവരി കൊണ്ട് എത്തിയപ്പോൾ രണ്ട് സുഹൃത്തുക്കളെ കൂടെ പുതിയ കിട്ടിയിട്ടുണ്ട്. മെൽവിൻ ആൻഡ് സുനിൽ. തൃശ്ശൂരല്ലേ? അവരും ഇങ്ങോട്ട് ഇതേ ബുള്ളറ്റൊക്കെ എടുത്തിങ്ങനെ ഇറങ്ങിയേക്കാണ് കറങ്ങാനായിട്ട്. വൺ ഡേ ട്രിപ്പായിട്ട് ഇറങ്ങിയാണ്. വൺ ഡേ ട്രിപ്പായിട്ടാണ്. ഇവിടെ നീലക്കുറിഞ്ഞിയുടെ ഒരു വകഭേദം ഇങ്ങനെ പൂത്ത് നിൽക്കേണ്ടത് പറഞ്ഞു. ഇപ്പൊ 7 yearsന്റെ ഉള്ളിലെങ്ങാണ്ട് അത് പൂക്കുന്നതെന്ന് തോന്നുന്നു. കണ്ടു പോവാന്നുള്ള പ്ലാനിലാണ്. എന്തായാലും നമുക്ക് അല്ലേ? ഞങ്ങളും ആ പ്ലാനിൽ തന്നെ ഇറങ്ങിയേക്കാം. നമ്മള് ടിക്കറ്റ് എടുത്തതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ അപ്പുറത്തും ഉണ്ട്. അവിടെയും ഇതേപോലെ ഒരു സെറ്റ് ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ വന്നിരുന്ന് ഈ ഒരു കാഴ്ച, അവിടെ ഒരു ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇതുണ്ട്, ഇങ്ങനൊരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ എറണാകുളത്ത് നിന്ന് ഏതാണ്ട് ഒരു 120 കിലോമീറ്റർ ഇങ്ങോട്ട് ഉണ്ട് കേട്ടോ കാൽവരി മൗണ്ടിലേക്ക്. 130 അല്ലേ? 130 ഉണ്ട്. ഉണ്ട് ഇവിടെ വന്നിരിക്കാം. അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാരിക്കുന്നുണ്ട്. അവിടെ ഒരു ഷെഡ് ഉണ്ട്. അപ്പോൾ പോരാ, അടുത്ത ഏരിയയിലേക്ക് പോവാം.
ഇവിടെ ഒരു നല്ലൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ടാണ് ജയേഷ് ഭായ്. പേരെങ്ങനെയുണ്ട്? സോറി, സോജൻ. ഇവിടെ തന്നെ അല്ലേ? ഓക്കെ. ഞങ്ങൾ പരിചയപ്പെട്ടിരുന്നു മുന്നേ. എൻ്റെ മോനെ ആ വ്യൂ നോക്കിയേ. എന്താ മനോഹരമാണ് നോക്കിയേ അല്ലേ. മേളിൽ ചെല്ലുമ്പോൾ അതല്ല, അത് വേറെ മൂഡ്. ഇതിപ്പോൾ ഞങ്ങൾ നടക്കണ പോർഷൻ കാണിച്ചാണ്. എന്തായാലും നമ്മുടെ ആദ്യത്തെ വരവ് കാൽവരി മൗണ്ടിലേക്കാണ്. അതായത് നിങ്ങളുടെ തറവാട്ടിലേക്കല്ലേ. ഇദ്ദേഹത്തിന് അപ്പുറത്തൊരു പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട് കേട്ടോ, കാൽവരി മൗണ്ടിൻ്റെ അപ്പുറത്ത്. അവിടെയൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. കുറച്ച് കയറിയപ്പോൾ തന്നെ അതെ കെട്ടിച്ചു തുടങ്ങി കേട്ടോ, രക്ഷയില്ല. വേണ്ട ചിലപ്പോൾ ആ വഴി തന്നെ പോലെ നിങ്ങളുടെ തന്നാ. വാ ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് കാണിച്ചു തന്നേക്കാം. എൻ്റെ മോനെ അടിപൊളി, ഒന്നും പറയാനില്ല. അപ്പുറത്ത് ആന ഇറങ്ങിയിട്ടുണ്ടാവോ ജിജോ? നോക്കാം. കൊണ്ട മോനെ എന്നാ മൂട് നോക്കി. ഇപ്പോൾ ഒരു 6 കൊല്ലം കഴിഞ്ഞിട്ടാണല്ലോ ഇടുക്കിക്കാൻ വന്നത്. ഷോ എനിക്കത് ഭയങ്കര സന്തോഷമായി. അല്ലെങ്കിൽ വർഷത്തിൽ 2 തവണ ഇടുക്കിയിൽ വന്നുകൊണ്ടിരുന്ന മനുഷ്യനാണ് അല്ലേ. 6 കൊല്ലം കഴിഞ്ഞ് തണുത്ത കാറ്റ് കണ്ട ഈ ഒരു മൂഡിലിങ്ങനെ. അതെ അതെ ഇങ്ങനെ നിൽക്കണം ഇവിടെ. നോക്കിയേ ഇത് കണ്ട ഈ ഒരു വഴി നോക്കി അടിപൊളിയിൽ മനോഹരം നോക്കി. നമ്മ പണ്ട് ഇതിലെ കാറും ബൈക്കും കയറ്റിയിട്ടുണ്ട് അല്ലേ. ഇപ്പൊ വന്നതല്ലേ. മറ്റേ ഞങ്ങൾ കാറും കയറ്റിട്ടുണ്ട് ബൈക്കും കയറ്റിട്ടുണ്ട്. നല്ലൊരു വ്യൂവാ. ഇതൊക്കെ തേർത്തോട്ട് നോക്കി നല്ല അടിപൊളിയായിട്ട് നോക്കി. ഏറ്റവും ടോപ്പിൽ പോകണട്ടാ കാണണം. അതിൻ്റെ അപ്പുറത്തല്ലേ നമ്മുടെ പ്രോപ്പർട്ടി. അങ്ങോട്ട് ഇനിയും നടക്കണം. അപ്പോൾ നോക്കാം. നമ്മൾ കാൽവരി മൗണ്ടിൻ്റെ മുകളിലേക്ക് എത്തണുള്ളൂ. ഇവിടെ പലരും വന്നിട്ടുണ്ടെങ്കിൽ ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല കാൽവരി മൗണ്ടിൽ ആന വന്നിട്ടുണ്ടെന്നൊക്കെ. ഇത് കണ്ട, ഇത് മാത്രമല്ല ദേ കിടക്കണുണ്ടോ, തെളിവ് കിടക്കണമെന്ന് കാണിച്ചില്ല. ഇത് മുകളിൽ കയറാം അല്ലേ. അല്ല ഇവിടെ ഇറങ്ങണമെന്ന് പറയുന്നത് രാത്രി കാലങ്ങളിലാണ് കൂടുതലല്ലേ. ഏതാണ്ടൊരു 45% ആയിട്ടുള്ളൂ. പിന്നെ അപ്പുറത്ത് നിങ്ങൾ ആദ്യം കണ്ട സ്പോട്ടിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. ഞാൻ ദൂരെ നിന്നിട്ടാണ് ഇപ്പോൾ വോയിസ് കൊടുക്കണം. അവിടെ ജിജോ അവിടെ ഇറങ്ങി പോയിട്ടൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ. ഈ താഴെ ഭാഗം കാണില്ല, അവിടെ നിന്നൊക്കെ ആന കയറി വന്ന സ്ഥലമുണ്ടോ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലല്ലേ നമ്മുടെ മറ്റേ ടണലുള്ളത്. അങ്ങോട്ട് പോകണ്ട്. നിങ്ങൾ കാണാത്ത അഞ്ചുരുളിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ വേറെ കാണാത്തൊരു ടണലൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഈ മലയുടെ അപ്പുറത്തുള്ള അല്ലേ. അതിപ്പോൾ ഈ കാണുന്ന മലയുടെ ലെഫ്റ്റ് സൈഡിൽ ഡാമിൻ്റെ വെള്ളം, റൈറ്റ് സൈഡിൽ നിന്നുള്ള വെള്ളം വന്നൊരു ടണലുണ്ട്. കണ്ട കേൾക്കാം പറഞ്ഞു. ഒരു മിനിറ്റ് പറഞ്ഞു. മലയുടെ മറുസൈഡിലുള്ള വെള്ളം ഡാമിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് 2 ടണൽ കൊടുത്തിട്ടുണ്ട്. 5 കിലോമീറ്റർ ദൂരമുള്ള ഓരോ ടണലുകളാണ്. ആ ടണലുകൾ നമുക്ക് കാണാം, കുഴപ്പമില്ല, പോയി കാണാവുന്നതാണ്. അപ്പോൾ ആ ടണലിൽ അപ്പുറ സൈഡ് വെള്ളം വന്നാൽ, ആ സൈഡിൽ മഴ കാലവർഷത്ത് വെള്ളം വന്നാൽ ഡാമിലോട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ആ ടണൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഇടുക്കി ജലാശയമാണിത്. ഓക്കെ, അതായത് ഈ ജിജോ ഇപ്പോൾ പറഞ്ഞ നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് ചെയ്യും, അല്ലെങ്കിൽ കട്ടാവും പ്ലീസ്. ജിജോ ഇപ്പോൾ പറഞ്ഞാൽ ആ ടണൽ, അതായത് ഇവിടെ അഞ്ചുരുളി മറ്റൊക്കെ നിങ്ങൾ ഒന്ന് കണ്ടിട്ടുണ്ടാവും. ഇത് വേറൊരു ടണലുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ അടുത്തതായിട്ടാണ് ചെയ്യണത്. കാരണം അതിൻ്റെ ഫോട്ടോസൊക്കെ എൻ്റെ ഇരിക്കണ്ട, അതിൻ്റെ ഉള്ളിൽ കയറി ഇതിൻ്റെയൊക്കെ പണ്ട്. ഇപ്പോൾ കയറ്റില്ല. അപ്പോൾ പഴയ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക ഒരു വലിയൊരു സംഭവം തന്നെയാണ്. അതൊക്കെ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ പുറകെ ഉണ്ട്. അത് മാത്രമല്ല വേറെ പലതും ഇടുക്കിയിലെ വിശേഷങ്ങൾ. എന്തായാലും ഇത് തീർക്കട്ടെ ആദ്യം. വാ, നമ്മൾ ഡാമിലെ വെള്ളം കണ്ടതാണ് കേട്ടോ. പിന്നെ നമ്മൾ കയറി വന്നത് ആ വണ്ടികൾ കണ്ടിട്ട് വഴിയുടെ അറ്റം അവിടെയാണ് നമ്മുടെ ബുള്ളറ്റ് വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ വണ്ടി വരും, ഇപ്പുറത്തോട്ട് വഴിയുണ്ട് കയറ്റാൻ സമയമുണ്ടെങ്കിൽ. പിന്നെ ഇത് നോക്കിയേ ജിജോയുടെ വീട്. ഇതേ ആ ഒരു ബൈക്ക് തന്നെ ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണാം ആ ഓറഞ്ചും വൈറ്റും ജിജോയുടെ വീട്. നമ്മൾ അവിടെയാണ് സ്റ്റേ ചെയ്തത്. പിന്നെ അപ്പുറത്ത് നമ്മൾ മേളിൽ നിന്ന് കാണിച്ചു തന്നില്ലേ പള്ളി, അതൊക്കെ ഇവിടെ നല്ല വ്യക്തമായിട്ട് കാണാം. പിന്നെ കുറച്ചും കൂടി ഇതെന്താ ഇവിടുത്തെ കാലൊരു ഹോട്ടല് ഇതേണ്ട ഇവിടെ എത്തി. ഇനി നമുക്ക് അപ്പുറത്തേക്ക് പോകാണ്ട്. അവിടെ നീലക്കുറിഞ്ഞി പൂത്ത് അല്ല അവിടെ ഉണ്ടെന്നല്ലോ പറഞ്ഞത്. നീലക്കുറിഞ്ഞി പൂത്തതുകൊണ്ട് പിന്നെ ഇവരുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അവിടെ, അങ്ങോട്ടൊക്കെ പോകണ്ട.
അതെ അതെ കുറേ പേര് അവിടെ നിന്ന് തന്നെ പോയാലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ബാക്കി അവിടെ ചെണ്ട് പോവാം. കാണാൻ പറ്റുന്നുണ്ടേ അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ വരെ സെറ്റ് ചെയ്തിട്ടാണ്. നമ്മൾ അതിലേ പോവാം, തിരിച്ചു പോകണം അതിൽ പോവാം അല്ലേ. ആ വെള്ളം പറ്റൂലെന്ന്, ഒരിക്കലും പറ്റൂലെന്ന്. പിന്നെ നീലക്കുറിഞ്ഞി കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ. പിന്നെ നീലക്കുറിഞ്ഞി എന്താണ് ഇത്തവണ പൂത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ചെടിയിലുണ്ടാവണമെങ്കിൽ 13 കൊല്ലം എടുക്കും അല്ലേ? അല്ല പിന്നെ 13 കൊല്ലം എടുക്കും. ഇതുണ്ട് വേറെ ചീറ്റ് വന്നിട്ട് നോക്കി. അപ്പോൾ ഇങ്ങനെ കിടക്കണുണ്ട്. ഇപ്പോൾ ഡേഞ്ചറാന്ന് പറഞ്ഞ് അവിടെ നിന്ന് എവിടെ നിന്നൊക്കെ പറന്നു വന്നായിരിക്കും കാറ്റത്ത്. ഇത് നോക്കി. പക്ഷേ അത് ഡേഞ്ചറാണ് പുറത്തേക്ക് പോയാലേ ബൈക്കുകാരുടെയൊക്കെ മെത്ത. വാ ഇതുണ്ട് ഈ കാണുന്ന ഏരിയ ജിജോയുടെ പ്രോപ്പർട്ടി ഉണ്ട്, നമ്മുടെ ജിജോയുടെയാണ്. പിന്നെ ജിജോയുടെ ഫാദർ അതിൻ്റെ ഉള്ളിൽ ഉണ്ടല്ലേ, അതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് കളർ കൃഷിയുണ്ട്. എന്ത് കൃഷി അവിടെ ഉള്ളത്? ഏലത്തിന്റെ കൃഷി. ഏലത്തിന് എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. വാ കൃഷിയെ പറ്റി നോക്കി കാഴ്ച നോക്കി. നല്ല കാഴ്ചകളാണ്. അപ്പച്ചൻ്റെ ഡെയിലി ആ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് ഇത് പള്ളിയുടെ തുമ്പിൽ നമ്മുടെ അവിടെ നിന്ന് നടന്ന് ഇവിടെ വന്ന് പണിയെടുത്തിട്ടാണ് പുള്ളി ഇപ്പോഴും പുലിയായിട്ടിരിക്കണേ. അത് കാരണം നമ്മളൊന്ന് 1/2 കിലോമീറ്റർ പോലും മര്യാദ കണക്കല്ല. 67 യെസ് ഞാൻ ഇന്നലെ ചോദിച്ചു. അതെ ജിജോ അപ്പോൾ അങ്ങോട്ട് പോയാലോ നമുക്ക്? ഇന്ന് കാട്ടിക്കൂടിയാണ് വേണ്ടി മുഴുവൻ. അതെ എന്താവും എന്തോ. ജിജോയുടെ ഒരു കാര്യം പറയാണ്ട് നമ്മൾ അങ്ങോട്ട് പോകണില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ 10-22 അല്ലെങ്കിൽ എത്ര കൊല്ലം ഉണ്ട്, നമ്മൾ ഒരു 22 കൊല്ലത്തെ പരിചയമുണ്ടെന്നോ അല്ലേ. അപ്പോൾ ജിജോയുടെ അതിന് മുന്നത്തെ ലൈഫ് എന്നോട് അങ്ങനെ മുഴുവൻ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായില്ല. ഇപ്പോൾ കേട്ടതെന്താണെന്നറിയോ, അവിടെയാണ് ജിജോയുടെ ഫാദർ അവിടെ വർക്ക് ചെയ്യേണ്ടത്, അവിടെ ആളുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകണുണ്ട്. ഇവർ താമസിച്ചാൽ അവിടെയാണെന്ന് ഒരു 15 വയസ്സ് വരെയൊക്കെ. അതുകൊണ്ട് ഇവിടെ പശുവൊക്കെ ഉണ്ടായിരുന്നു, പശുവിനൊക്കെ ഇങ്ങനെ അഴിച്ചിടും. അപ്പോൾ ആനയൊക്കെ ഉണ്ടെങ്കിലും ആന മാത്രമേ ഉള്ളൂ, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസം പശു പോയിട്ട് പ്രസവിച്ചത് കാട്ടിലാണ്. അതുകൊണ്ട് ഇവർ അന്വേഷിച്ച് ചെന്നപ്പോൾ എല്ലാ പശുക്കളും കൂടി കുഞ്ഞിൻ്റെ ചുറ്റും നിൽക്കണല്ലേ, അങ്ങനെ ഒരു കൊണ്ടുവന്നു. അപ്പോൾ ഇവരുടെ ലൈഫ് ഇവിടെ ആയിരുന്നു. അതായത് ഈ പ്രദേശത്തൊന്നും വേറെ വീടുകളില്ല. ഓക്കെ അതെ അവിടെ റോഡുണ്ട്, നിങ്ങൾക്ക് വ്യക്തമാകുമെന്ന് പറഞ്ഞൂടെ ഗോപ്രോ ആയതാണ് സൂം ചെയ്ത് കാണിക്കാം. രാവിലെ ഇവിടെ പശുവിനെ തെറ്റ പരിപാടി ചെയ്യുക, സ്കൂളിൽ പോകേണ്ട വരുമ്പോൾ രാവിലെ പാല് കൊടുക്കുക, തിരിച്ച് വീട്ടിൽ വരിക. അത് കഴിഞ്ഞിട്ടാണ് സ്കൂളിലോട്ട് പോണേ. സ്കൂളിൽ പോയി സമയം പോയി താമസിക്കാൻ സ്കൂളിൽ ചെല്ലുള്ളൂ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് സ്കൂളിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് വീട്ടിൽ നിന്ന് പാലെടുത്തിട്ട് വീണ്ടും പാൽ കൊടുക്കാൻ പോകും. അത് ഒരു 2.5 കിലോമീറ്റർ ഡെയിലിയുള്ള നടപ്പാണ്. അവിടെ ചെന്ന് പാല് കൊടുത്തിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ 7 മണിയൊക്കെ കഴിയും സ്വാഭാവികമായിട്ട്. വീട്ടിൽ വരുമ്പോഴത്തേക്ക് തന്നെ ഓൾറെഡി ടയേർഡാവും. പിന്നെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് രാവിലെ അടുത്ത വർക്ക്, പശുവിൻ്റെ പുറകെ പരിപാടിയും കാര്യങ്ങളും വീടും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു. സംഭവം അടിപൊളിയാണ്. ഈ പ്രദേശങ്ങളിലുള്ള സർവ്വ ഏരിയ നമുക്കറിയാവുന്നതാണ്. ഈ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ സൈഡിലുള്ള സർവ്വ ഏരിയകളും വനത്തിൻ്റെ ഉള്ളിലുള്ള പ്രദേശങ്ങളും എല്ലാം സർവ്വ എനിക്കറിയാം. കുട്ടിക്കാലം പോലെ നമ്മൾ ഓടിക്കളിച്ച് നടന്ന നാടുകളാണ്. ആരെന്നെ കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് അടുത്ത് കാണാൻ പറ്റും. നീലക്കുറിഞ്ഞി ഞാൻ സെറ്റ് ചെയ്ത് തരാം. നീലക്കുറിഞ്ഞി ഞാൻ എൻ്റെ ലൈഫിൽ നേരിട്ട് കണ്ടിട്ടില്ല, അതൊന്ന് കാണിക്കാം. അപ്പോൾ എന്തായാലും അപ്പച്ചൻ്റെ അടുത്തേക്ക് ആദ്യം അല്ലേ. താഴെ പോയിട്ട് എല്ലാവരും വരുമെങ്കിലും നടന്ന് അധികം ആരും വരാറില്ല. അപ്പോൾ വരുമ്പോൾ വേണമെങ്കിൽ നടന്ന് നിങ്ങൾക്ക് കാണാം അല്ലേ. ഞാൻ കാലൂര് മൗണ്ടിൽ നിങ്ങൾ കാണാത്ത പലതും കാണിച്ചു തരും. കാലൂര് മൗണ്ടല്ല, ഇടുക്കിയിൽ നിങ്ങൾ കാണാത്ത പലതും കാണിച്ചു തരും, അങ്ങനെയാണ് പറയുന്നത്. ഇത് കണ്ട ഒരു സംഭവം കാണിച്ചു തരട്ടെ. നമുക്ക് ഇവിടെ നിന്നും കുഴപ്പമില്ല, അവിടെ കാലാവസ്ഥ പക്കയാണ്. ഇപ്പുറത്ത് നോക്കിയേ ഒരു മഞ്ഞ് മൂടിയതുണ്ടാ, നല്ല മഴയാണ് വന്നുകൊണ്ടിരിക്കണത്. ചെറിയ ചിലപ്പോൾ കണ്ടോ ആ വെള്ളത്തിൽ നോക്കി ഞങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് വ്യക്തമാണെന്ന് പറഞ്ഞാൽ ആകെ ഉള്ളത് ഇത് മാത്രമാണ് ഞങ്ങളുടെ മുമ്പിൽ. ഇതിൻ്റെ മറയിൽ അങ്ങോട്ട് നിൽക്കും. റെയിൻകോട്ട് എടുക്കാൻ വിട്ടുപോയി. പിന്നെ നമ്മുടെ ബാറ്റ്മാൻ റെയിൻകോട്ട് കഴിഞ്ഞ ദിവസം ഇടുക്കിയിലെ ബാറ്റ്മാൻ റെയിൻകോട്ട് അമ്മ ഉണ്ടായിരുന്നു, അത് പുറകെ വരുന്നുണ്ട് അല്ലേ. അവിടെ ഇരിക്കല്ലേ വീട്ടിൽ ആക്കിയിട്ട് നമ്മൾ ഇറങ്ങണം. മഴ വണ്ടി അയ്യോ മഴ അടിച്ച് ഇങ്ങനെ ഇരിക്കുക ഈ ഒരു മറയിൽ. അതായത് മുഴുവൻ തേയിലാണ് നോക്കിയാൽ നമ്മ അതിൻ്റെ ഇടയിൽ നോക്കി. ഇനിയൊരു കാട് സെറ്റപ്പാണ് നോക്കി. ഇത് ഇവരുടെ സ്വന്തം പ്രോപ്പർട്ടിയാണ്. അപ്പച്ചൻ്റെ അടുത്തേക്ക്, അപ്പച്ചന് അപ്പുറത്തെ വഴിയാണ് ഇതിനകത്തേക്ക് കയറുന്നത്. റോട്ടിൽ കൂടി ഉണ്ട്. നമ്മൾ ഇപ്പോൾ മറ്റേ കാൽവരി മൗണ്ടിൻ്റെ മേളിൽ കയറിയിട്ട് ഇറങ്ങിക്കൊണ്ടാണ് ഇതേപോലെ ഇങ്ങനെ പോകുന്നത്. ഓ അടിപൊളി. പണ്ട് ഇഷ്ടം പോലെ നമ്മളിവിടെ കയറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറിയിട്ടില്ല. ഇവരുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് അങ്ങനെ അധികം കയറിയിട്ടില്ല. നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. ഇതാണ് ഈ കൃഷിയൊക്കെ പുള്ളിക്കാരൻ ജിജോ അപ്പച്ചനെ ഒറ്റക്ക്, പണിക്കാരൊന്നുമില്ല, ഒറ്റക്ക് വന്ന് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിപ്പോരും.
എന്നിട്ട് 6 മണിക്ക് 6:30 വരും. ഒറ്റക്ക് ഇരുന്ന് ചെയ്യണത്. അങ്ങനെ ഏറെ നടപ്പ് കഴിഞ്ഞ് ഇവരുടെ പ്രോപ്പർട്ടിയിലൊരു ഷെഡുണ്ട്. അപ്പച്ചൻ അവിടെ ഉണ്ടാവും. നമുക്ക് നോക്കാം. അതെ ആ ഷെഡ് കണ്ട് നോക്കി ഇറങ്ങിയില്ലെങ്കിൽ വീഡിയോ ഇതും കൂടി ചെയ്യണമായിരുന്നു. കുഞ്ഞി ഷെഡിലുണ്ടാവണം ആള്. നോക്കാം. ഏത് പഴയ വീടാണോ? ഇവർ താമസിച്ച പഴയ വീടാണെന്നത്. ഫുള്ള് കരിങ്കല്ല് വെച്ചിട്ടുള്ളതാണല്ലേ? അയ്യോ, ജിജോക്ക് ഇവിടെയാണോ ജനിച്ചു വളർന്നത്? അല്ല, ജനിച്ചത് ഇല്ലിത്തോട്. ഇങ്ങോട്ട് വന്നാലേ ഇത് നോക്കി മൊത്തം കരിങ്കല്ലിന്റെ ഭിത്തിയാണ്. നോക്കി 2 റൂമുള്ള അല്ലേ? അപ്പൊ ഇനി നമുക്ക് ആ വ്യക്തിനെ പരിചയപ്പെടാം. നമുക്ക് ജിജോയുടെ ഫാദറാ. ഇതാണ് വീടിന്റെ ഭാഗം. നോക്കി. അതെനിക്ക് മനസ്സിലായി. കണ്ട ഒറ്റ വീടില്ല. ഇതിന്റെ ഉള്ളിലായിരുന്നു ജിജോക്ക് വർഷങ്ങൾ. വീട്ടിലേക്ക് വെള്ളം പോണത് ഇവിടുന്നാണ്. ഇപ്പോഴത്തെ വീട്ടിലേക്ക് ഇവിടുന്ന് പൈപ്പ് ഇട്ടില്ല. ഇവിടെ നമുക്ക് പറ്റാത്ത വെള്ളമാണുള്ളത്. അപ്പൊ ഇവിടുന്ന് ഇത് നമ്മുടെ തന്നെയല്ലേ? അവിടെ തന്നെ. ഇവിടെ വേറെ മാലിന്യങ്ങളോ മലയുടെ മുകളിൽ നിന്ന് തന്നെ. ഈ മലയുടെ മുകളിൽ നിന്ന് ഇവിടുന്നാണ് താഴോട്ട് കുടിവെള്ളം വീട്ടാവശ്യത്തിന് എടുക്കണം അല്ലേ? ഇതുണ്ട്. ഇത് നോക്കി. ഇവിടത്തെ കല്ല് പൊട്ടിച്ചിട്ടാണ് ആ വീടുണ്ടാക്കിയത് തൊട്ട്. ഇങ്ങോട്ട് വാ, ഞങ്ങൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നു. ഇവിടുത്തെ കല്ല് ഈ കമ്പിയില്ലേ, കമ്പി പിടിച്ചിട്ട് ഒരാൾ കമ്പി പിടിക്കും, അടുത്തയാൾ അടിക്കും, ചുറ്റിക്കും. അടിച്ചടിച്ചടിച്ച് ഈ സാധനത്തിന് തുള വീഴും. കല്ലിന്റെ അകത്ത് സെന്ററിൽ തുളയാവും. അതിനകത്ത് പിന്നെ വെടിമരുന്നും തിരിയെല്ലാം അവിടെ വെച്ചിട്ട് അവർ പൊട്ടിച്ചു തരും. അങ്ങനെ കല്ല് പൊട്ടിച്ചെടുത്തിട്ട് ആ കല്ല് വെച്ചിട്ടാണ് ആ വീട് പണിത്. ഈ പ്രദേശമായിരുന്നു കല്ല്. അപ്പച്ചോ ഇങ്ങോട്ട് വാങ്ങണേ. അപ്പച്ചനെ കാണിക്കാൻ വേണ്ടി അങ്ങ് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോന്നേക്കണേ. ഇത് കണ്ട അപ്പച്ചൻ ഒറ്റക്ക് കൃഷി ചെയ്യുന്ന സ്ഥലം കേട്ടോ. അതായത് ഒരാൾ കൂടിയില്ല, ഒറ്റക്ക്. അപ്പുറത്ത് വേറെ ഷെഡ് കാണുന്നുണ്ടല്ലോ. നമ്മുടെ തന്നെയാണ്? അല്ല, നമ്മുടെ തന്നെയാണ്. രണ്ടും നമ്മുടെ തന്നെയാണ്. പുള്ളിയിലാണ്. ഇവിടെ വന്നേ. കണ്ട, ഇതാണ് നമ്മുടെ ജിജോയുടെ ഫാദർ. എങ്ങോട്ടാ അപ്പച്ചനെ കാണിക്കാൻ വേണ്ടി ഇവിടെ വന്നാൽ. ഇവിടെ ഒറ്റക്ക് വന്ന് കിടന്ന് പണിയെടുക്കണേല്ല. അപ്പൊ ഞങ്ങൾ ഒന്ന് കാണണ്ട ഇവിടെ എന്തൊക്കെയാണ് നടക്കണത്. ഇനി എത്ര മണിയാകുമ്പോൾ തിരിച്ചു പോകും? 6 മണിയാവും വൈകുന്നേരം. അതുവരെ ഇവിടെയാണ്. ഫുഡൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കി. അടിപൊളി. അപ്പൊ ഞങ്ങൾ ഒന്ന് കാണട്ടെ ഇതൊക്കെ. കഴിച്ചേക്കല്ലേ? ഇത് ഇലക്ക പഴുത്തിട്ടില്ല. ഇതിങ്ങനെ കഴിക്കാം അല്ലേ? പഴുത്തില്ല. പഴുത്തിട്ടില്ല. ഈ സാധനം ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞ സാധനം ആ സംഭവം ടേസ്റ്റില്ല. അത്ര വലുതാവും അല്ലേ? ഇത് കഴിച്ചിട്ടുണ്ടല്ലോ. എന്താ അതിന്റെ പേര്? ഞാൻ കഴിച്ചിട്ടുണ്ട്. അത് പഴിക്കണത് ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ടാകും. കണ്ട നമ്മ ഇവിടെ വീട് കാണിച്ചില്ല, അതിന് മുന്നേ ഇവരുടെ വീട് ഇവിടെയായിരുന്നു. അതുപോലെ തന്നെ ഇത് നോക്കണ്ട. ഇത് വേറെന്തോ ഇപ്പൊ ഇവിടെ കിടക്കണം. ഇതെന്ത് സാധനമാണ് വെച്ചാൽ പുല്ല് വെട്ടിയിട്ട് നല്ലോണേ പേര മേഞ്ഞോണ്ടിരിക്കണ ഇങ്ങനെയല്ലേ? അല്ല, അന്ന് ചെയ്തതല്ല. ഇതിപ്പോ ഇവിടെ കിടന്നു വെച്ചാണ്. പിന്നെ അല്ല, ഇതിപ്പോ ഇവിടെ കിടന്നു വെച്ച്. പിന്നെ അത് അവരുടെ പശുത്തൊഴുത്ത് ഇതായിരുന്നു. ഇത് തൂണൊക്കെ ഇരിക്കണുണ്ട്. ഇവിടെ കരിങ്കല്ലാണ്. പശു ഫുള്ള് കരിങ്കല്ല് ബാധിക്കുന്നത്. ഇത് വേണ്ട ജിജോന്റെ ഫാദർ രാവിലെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഷെഡിൻ്റെ അകത്താണ് കഞ്ഞിയൊക്കെ വെച്ച് അല്ലേ അവിടെ കൃഷിയും ചെയ്ത്. വല്ലാത്തൊരു ലൈഫ് തന്നെ. അടിപൊളി. അങ്ങളെ അപ്പോൾ വീട്ടിൽ കാണാം. ആയിക്കോട്ടെ കേട്ടാ. അങ്ങള് കട്ടപ്പണി. എൻ്റെ അമ്മ ഞാനിവിടെ നിന്ന് കഥക്കണേ 2 സ്റ്റെപ്പ് വെച്ചപ്പോൾ അങ്ങള് വരെ കൂളായിട്ട് കിടക്കണം ഇവിടെ. 67 അതെ. അല്ല, അത് ഞാൻ ആദ്യമേ പറഞ്ഞു. പക്ഷേ രാവിലെ പോർക്കിറച്ചിയും കപ്പയിൽ നിന്ന് പിന്നെ ഞാൻ വിടുവോ നല്ലോണം കഴിച്ച്. അപ്പോൾ വൈകിട്ട് കാണാം. ഈ മലയുടെ മുകളിലാണ്. 2 കിലോമീറ്റർ ദൂരം വീട്ടിൽ വരെ അല്ലേ? ഇതാണ് വഴിയിലിങ്ങനെ പല സ്ഥലത്തും മുള്ളമ്പന്നി കുത്തി എന്നാലൊക്കെ തിന്നിട്ട് പോയേക്കണേ. പിന്നെ അതുപോലെ ആനപ്പിണ്ടം പല സ്ഥലത്തും ഉണ്ടായിട്ടാ. എല്ലായിടത്തും കാണിക്കാൻ ഞാൻ ഒന്ന് കിതച്ച് പിണ്ടം കിടക്കണുണ്ടായി. എൻ്റെ ആനയെ കാണാൻ പറ്റുന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം നമുക്ക്. കണ്ടോ, ഇതൊക്കെ മുള്ളമ്പന്നി പണിയല്ലേ? ഇത് നോക്കി നമ്മൾ രാവിലെ തന്നെ പ്ലാൻ മാറ്റി ആദ്യം കാലൂർ മൗണ്ടിലേക്ക് വരാൻ കാരണം ഇതായിരുന്നു. കണ്ടോ, മഴയും മഞ്ഞൊക്കെ വന്ന് ഇതേ തൊട്ടടുത്തുള്ള തന്നെ വഴിയാക്കി കാണില്ല. ഇല്ലെങ്കിൽ നമുക്ക് അപ്പുറത്ത് ആനയുള്ളൊരു ഏരിയ ഉണ്ട്. ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയണ്ടായി. അതൊക്കെ കാണിക്കാമെന്ന് ഓർത്താൽ വന്നത്. പക്ഷേ അത് ക്യാൻസൽ ചെയ്തു. കാരണം
ഇത്രയും തൊട്ടടുത്തുള്ളത് തന്നെ കാണില്ല. വല്ല അതിൻ്റെ മുമ്പിൽ പോയി പെട്ട് കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റുന്നതൊക്കെ താങ്ങാം, അതൊന്നും പറ്റൂല. നീലക്കുറിഞ്ഞി പൂത്തിക്കണോക്കെ അടുത്ത് കാണിച്ചു തരാം. പിന്നെ അതിലും കൂടുതലുള്ള സ്ഥലമുണ്ട് കേട്ടോ, അപ്പുറത്തുണ്ട്, കാണിച്ചു തരാം. പോയിട്ടാ ഇത് നീലക്കുറിഞ്ഞി നീലക്കുറിഞ്ഞി പൂത്തിക്കണത്. ഇത് നീലക്കുറിഞ്ഞി പൂത്തിക്കണാണ്. ഇവിടെ എല്ലാം ഉണ്ട്, ഇവിടെ എല്ലാം നിൽക്കുകയാണ് നീലക്കുറിഞ്ഞി. നോക്കി നമ്മൾ വന്ന വഴി നോക്കി, ഇതൊരു ഷോർട്ട് കട്ടാണ്. അപ്പുറത്ത് ആനേനെ കാണാൻ പുറത്ത് പോയതാണ്, പക്ഷേ മഞ്ഞ് മൂടി കാരണം വിട്ട് കളഞ്ഞു നേരത്തെ പറഞ്ഞാൽ. ഇനി അപ്പുറത്ത് കുറേ നീലക്കുറിഞ്ഞി പൂത്തിക്കണ്ട, അതൊന്നും നമുക്ക് കാണിക്കണം. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, അതേ വഴിയിലൊക്കെ ഉണ്ട് കണ്ട. ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ നേരിട്ട് കാണുന്നത് നീലക്കുറിഞ്ഞി പൂത്തയാണ്. നോക്കി കണ്ട, കല്ലിൻ്റെ കൂടെ എല്ലാം ഉണ്ട്. നോക്കിയേ, ആനയാണോ നോക്കാൻ വേണ്ടി വന്നതാണ്, ആനേനെ കാണില്ല. ഇത് അവിടെയൊക്കെ ആന കുത്തി വെച്ചിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. ഇത് നോക്കി, ഈ കാടിൻ്റെ ഉള്ളിൽ വഴിയില്ല, കുറച്ച് നേരമായിട്ട് ഇങ്ങനെയാണ് യാത്ര. ഇത് നോക്കി, ഇവിടെ നടക്കണ വഴിയിൽ ഇത് നോക്കി, ആനപ്പിണങ്ങൾ നോക്കി, കാടാണ് ഇതൊക്കെ. നമ്മൾ അതിലാണ് മേടി കയറി പോയത്, കാടിനോട് ചേർന്നത്. നോക്കി, ആന പോയ വഴിയാണ് പിന്നെ മേളിൽ നിന്ന് കാണിച്ച് വെള്ളം ഒരിക്കലും പറ്റാത്ത അല്ലേ, നല്ല അടിപൊളി വെള്ളം തുടങ്ങി കിടക്കുന്നതാണ്. അവിടെ നിന്ന് നമ്മൾ കാണിച്ചിരുന്നത് ഈ ഷോട്ട് നേരത്തെ. ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഇവിടെ അല്ല, താഴെ ഭാഗത്തുണ്ട്. ആ ഭാഗത്തുണ്ട് ആന. സ്മെല്ല് ഉണ്ടല്ലേ? കാണാം. വേഗം വിട്ടു, വേഗം വിട്ടു. അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ദൂരെ നിന്ന് കാണാൻ പറ്റുമെങ്കിൽ കാണാം. പക്ഷെ ഇത് വന്ന വഴിയിൽ വരെയും പിണ്ടം കിടക്കണേണ്. വന്ന വഴിയിൽ വരെയും പിണ്ടം കിടക്കണേണ്. മണം വരും, സ്മെല്ല്. അവിടെയൊക്കെ ആന കുത്തി മറിച്ചിട്ടേക്ക് കാണാൻ പറ്റൂട്ടോ. അതെ, അവിടെ നോക്കിയാൽ അവിടെ പുല്ലൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് മുമ്പിൽ. നോക്കി, അത് ആനയുടെ പരിപാടിയാണല്ലേ. അതേ പിണ്ടൊക്കെ കിടക്കണ്ട വേണേ. ആനയുടെ പരിപാടിയാണല്ലേ. ഇത് നോക്കി, ഇങ്ങനെ ചിലപ്പോൾ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും അവിടെ. ഇത് ഇറങ്ങിപ്പോയിക്കണ വേണമല്ലേ. എന്താ തന്നെ, ഇതാ കാലിൻ്റെ കറക്റ്റ് വീതി അതിൻ്റെ അകത്ത് അറിയാം. അതെ, കറക്റ്റ് റൗണ്ട് അല്ലേ. നമ്മള് ശരിക്കും ആ കാട്ടിക്കൂടി വരാനുള്ള പ്ലാൻ ഇട്ടു, പിന്നെ വേണ്ടെന്ന് വെച്ചു. കാരണം മഞ്ഞ് മൂടിയിട്ട് ഒന്നും കാണില്ല ആ ടൈമിൽ. അതിൻ്റെ അത് കയറിയ റിസ്ക്കാണ്. അവിടെ നമ്മൾ പോണടുത്ത് താഴെ പിള്ളേർ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് വെച്ച് എക്കോ പോയിൻ്റാണ്. എക്കോ പോയിൻ്റ് മെയിനായിട്ട് ഇതല്ലായിരുന്നു, നമ്മൾ പോയടുത്തായിരുന്നല്ലോ ജിജോ. അത് നമ്മൾ ഒച്ച ഉണ്ടാക്കാൻ മറന്നു അവിടെ എത്തിയപ്പോൾ. അത് കുഴപ്പമില്ല. ഇനി ഇരിക്കണേ. ഇടുക്കി ജലാശയത്തിന്റെ ഏകദേശം ഫുള്ള് കിട്ടുന്ന ഒരു മേഖലയാണ് ഇത്. അങ്ങ് ആ സൈഡ് കാണുന്നത് 5 മിനിറ്റാണ്. 5 മിനിറ്റ് പെരിയാറിന് വരുന്ന വെള്ളം ആ സ്ട്രീറ്റ് കാണുന്നതായിരിക്കും ആറ്റിപ്പടി അങ്ങോട്ട് വരുന്നത്. അതിലൂടെ വന്നാൽ ഇടുക്കി ഡാമാണ് ഏറ്റവും ലോങ്ങായിട്ട് ശരിക്കും കാണാൻ പറ്റുന്നത് വ്യൂ പോയിന്റാണ്. ശരിക്കും അങ്ങേറ്റം വരെ കാണാം, ശരിക്കും കാണാവുന്നത് ഈ മനോഹരമാണ്. ഫുള്ള് ജലാശയം. മഴക്കാലം ആയതുകൊണ്ട് അട്ടയുടെ ശല്യമുണ്ട്. പണിയൊന്നും കാരണം കയറി പിടിച്ചിട്ടുണ്ട്. അതിന് എടുക്കാനുള്ള ശ്രമമാണ്. നീലക്കുറിഞ്ഞി പൂത്തിരിക്കുകയാണ്. നിസ്സാരമല്ല, ഒരുപാട് പൂക്കളുണ്ട്, ഒരുപാട് നീലക്കുറിഞ്ഞികളുണ്ട്. നീലക്കുറിഞ്ഞി അവിടെ കാണിക്കാന്ന്, അവിടെ എല്ലാം പൂത്ത് നിൽക്കുകയാണ്.
ഇതാണ് ഞാൻ പറഞ്ഞത്, നീലക്കുറിഞ്ഞികൾ ശരിക്കും പൂത്ത് നിൽക്കുകയാണ് ഇവിടെ എല്ലാം. അതെ, ഫുള്ള് നീലക്കുറിഞ്ഞികളാണ്. ഇത് അവിടെ ഉണ്ട് ഇഷ്ടംപോലെ. എല്ലാം നീലക്കുറിഞ്ഞികളാണ് ഇവിടെ, എല്ലാം നീലക്കുറിഞ്ഞികളാണ്. പക്ഷെ ഇത് പൂക്കാത്ത ചെടിയാണ്. പൂക്കാത്ത ചെടികൾ ഒരുപാടുണ്ട്, അത്തരം വർഷങ്ങൾ. അതിൻ്റെ കാലാവധി കറക്റ്റായ ടൈമിങ്ങിൽ മാത്രമേ ഇത് പൂക്കുള്ളൂ. ഇത് ഫുള്ള് പൂത്ത ചെടികളാണ്. ഈ ഭാഗത്ത് മുഴുവൻ കാലൂര് കൊണ്ട് ജലാശയത്തിനോട് ചേർന്ന് തന്നെ നീലക്കുറിഞ്ഞികൾ പൂത്ത് നിൽക്കുന്ന മരങ്ങളാണ്. പിന്നെ ജിജോയാണത് കറക്റ്റായിട്ട് പറയേണ്ടത്. കാരണം ഇടുക്കിക്കാരൻ താങ്കളാണ്. അതൊക്കെ ഇവിടെ വന്നപ്പോൾ പിള്ളേർ ഇത് പറിച്ചു കൊണ്ട് പോകണമെന്നല്ല, ഈ പറിക്കണൊക്കെ ഞങ്ങൾ കണ്ടത്. ആരും ചെയ്യരുത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വീഡിയോ എടുത്താൽ വേണ്ട, അത് ചെയ്യരുത്. ഇവിടെ വന്നിട്ട് ഇതൊന്നും പറിക്കാൻ ശ്രമിക്കരുത്, കാരണം അത് വലിയ കുറ്റവുമാണത്. പക്ഷെ ചെയ്ത് പറിച്ച് പോയി കഴിഞ്ഞാൽ ഇനി വരുന്നവർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റൂല. ഇതുള്ള സമയത്ത് ഇത് കാണിച്ചു കൊടുക്കുക. ഒരു ആന വന്നിട്ടുണ്ട്. ആന വന്നേക്കുന്നതിൻ്റെ ഇതൊക്കെ ഇവിടെ എല്ലാം. അതെ, ഇതിവിടെ ആന വന്നിട്ട് പോയതാണ്. നീലക്കുറിഞ്ഞിയാണ്. ഇവിടെയൊക്കെ ആൾക്കാർ പറിച്ചു പോയേക്കണാണ്. ഇടയ്ക്ക് ഒന്ന് കാഴ്ചക്കാരെടുത്ത് പൊക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ഇതാണ് ഇടുക്കി ജലാശയം കൂട്ടിയിട്ട് നീലക്കുറിഞ്ഞി നിൽക്കുന്നത്. ഇടുക്കി ജലാശയത്തിൻ്റെ ഭംഗിയിൽ നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് നടത്തുന്നുണ്ട് കേട്ടോ. സൗണ്ട് കാറ്റിൻ്റെ സൗണ്ടുള്ളതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ വ്യക്തമാവില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇടുക്കിയിലെ വേറെയും കുറച്ച് വിശേഷങ്ങൾ പുറകെ വന്നിട്ടുണ്ട്. നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഇതുപോലുള്ള കുറേ കാഴ്ചകൾ ഞാനും ജിജോയും കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്, അല്ലേ ജിജോ? അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.